അറിയില്ലല്ലേ? നീ ഋഷിയെ കൊന്നുവല്ലടാ. എല്ലാ വിവരങ്ങളും ഞങ്ങൾ അറിഞ്ഞടാ. ഞങ്ങളുടെ കൂട്ടുകാരന്റെ മരണത്തിന് പകരം ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ. നിന്നെ ഒന്നും ചെയ്യരുതല്ലേ. നിന്നെ തീർക്കാനാടാ പോകുന്നത്. പ്രഭ, പ്രഭ, എന്താ? സിദ്ധു, നമ്മുടെ മോനെ അവര്. അയ്യോ, എന്താ എന്താ? ഋഷിയുടെ കൂട്ടുകാരാ നന്ദനെ കൊണ്ടുപോയത്. താൻ സ്വപ്നം കൊണ്ട് പേടിച്ചു അല്ലേ? സ്വപ്നമായിട്ടാണെങ്കിലും കൺമുമ്പിൽ കാണുന്നത് പോലെ തോന്നി സിദ്ധു. ഋഷിയുടെ കൂട്ടുകാരവന്. ഈശ്വര, എനിക്ക് ബാക്കി പറയാനുള്ള ശക്തി വരുന്നില്ല. ഋഷിയുടെ പക പറഞ്ഞ് അവരവനെ കൊല്ലാതെ കൊല്ലുക. സിദ്ധു, പോലീസിനെ അറിയിക്കുക. ഋഷിയുടെ കൂട്ടുകാരെ അറസ്റ്റ് ചെയ്യാൻ പറയും. ഒരു സ്വപ്നം കണ്ടത് സത്യമാണെന്ന് പറഞ്ഞ് പോലീസിനെ അറിയിക്കാനോ? എന്ത് വിഡിത പ്രഭ ഈ പറയുന്നത്? ഞാൻ പറയുന്നതൊക്കെ സിദ്ധുവിന് വിഡിതം തന്നെയാ. നന്ദനെ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊരു ഒഴിവ് കഴിവ് കിട്ടും. സിദ്ധു, നന്ദൻ സിദ്ധുവിന്റെ മോനല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോലീസിനെ അറിയിക്കാം. ശരി, അറിയിക്കും. പറ, സ്വപ്നത്തിന്റെ കാര്യം പോയി പറ. അവരെ ചിരിക്കും. തനിക്ക് കുടിക്കാൻ വെള്ളം വേണം. സിദ്ധു, നമ്മുടെ മോനെ അവരെ കൊല്ലും, എനിക്ക് ഉറപ്പാ. ഒന്നും മിണ്ടായിരിക്കും പ്രഭ. പ്രഭേ, പലവട്ടം പറഞ്ഞു, ഹരിയേട്ടൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് കൊണ്ടുവരും. അതിനിടയിൽ ബഹളം വെച്ച് അലങ്കോലമാക്കാനാ ഉദ്ദേശമെങ്കിൽ ആയിക്കോ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? റെഡി ആവണ്ടേ? ദേവികയ്ക്ക് എന്തോ മീറ്റിംഗ് ഉണ്ട്, പോണോന്നൊക്കെ പറഞ്ഞിട്ട്. അവള് വിളിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം പോണോ പോണ്ടേന്ന്. എന്താ മുരളിയേട്ടാ, എന്തു പറ്റി? ആത്മാർത്ഥത ഇല്ലാത്തവർക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് എന്തിനാ? നമ്മൾ ശമ്പളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്നത്. കാശിന് കാശ് തന്നെ വേണ്ടേ? എനിക്ക് ലോൺ കിട്ടും, ഓട്ടോ എടുക്കാം. അത് ഓടി കിട്ടുന്ന പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ. എന്താ ഈ പറയുന്നേ? ഈ മണ്ടൻ കളി ഞാനങ്ങ് നിർത്താൻ പോവെന്ന് പറഞ്ഞതാ. എന്താടാ, രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലേ? അല്ല, രാവിലെ ഇരുന്ന് പിച്ചും പേയും പറയണായിട്ടിട്ട് ചോദിച്ചതാ. ആ, അങ്ങനെ പലതും തോന്നും. പേ ആയിട്ടും ഭ്രാന്തായിട്ടും തോന്നിയാലും അതിശയിക്കാനൊന്നുമില്ല. ഇവരിത് എന്താ പറ്റിയേ? എന്താടി, രാവിലെ തന്നെ നിങ്ങൾ തമ്മിൽ വഴക്കൂടിയോ? ഏയ്, ഞങ്ങൾ വഴക്കൂടിയിട്ടൊന്നുമില്ലമ്മേ. ഇന്നലെ വന്നപ്പോ മുതൽ ഇതാ പ്രകൃതം. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്താടാ, എന്താ കാര്യം? നന്ദന്റെ കാര്യം തന്നെയാ. കാണാതായിട്ട് ദിവസം എത്രയായി? ചടങ്ങിന് വേണ്ടി ചന്ദ്രോത്തുകാർ കേസ് കൊടുത്തു. അതല്ലാതെ അതിൽ പിടിച്ചൊരു അന്വേഷണോ ഒരാളെ കാണാതായതിന്റെ വെപ്രാളോ ഒന്നും ആർക്കുമില്ല. ദേവികയോട് എന്തെങ്കിലും ചോദിച്ചാൽ വാലും തുമ്പില്ലാത്ത ഒരു മറുപടി കിട്ടും. പാവം പ്രഭാന്റി അന്ന് ഇവിടെ വന്ന് കരഞ്ഞു കണ്ടില്ലേ? ആ കണ്ണീരിന് പോലും ആരും വില കൊടുക്കുന്നില്ല. നന്ദനെ ഒരു 5 മിനിറ്റ് കണ്ടില്ലെങ്കിൽ വെപ്രാളപ്പെടുന്ന ആളായിരുന്നു ദേവിക. ഇപ്പതാ നന്ദൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. എന്നിട്ടും ഒരു കുലുക്കവുമില്ല. നന്ദനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നത് ദേവികയ്ക്ക് ഇഷ്ടമില്ലാത്ത പോലെ.
നന്ദനെ എല്ലാരും ഇങ്ങനെ കൈവിട്ട് കളയുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം കൂടപ്പറപ്പിനെ പോലെയല്ലേ ഞാൻ അവളെ കാണുന്നത്. പലതും ഇപ്പൊ എന്നോട് മറച്ചു വെക്കുന്ന പോലെ തോന്നുക. ഇല്ല, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നോ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയത് മുതൽ ദേവികയുടെ സ്വഭാവം ഒക്കെ മാറി തുടങ്ങി. ജയിച്ച് MLA ആയതോടെ പിന്നെ ഇപ്പൊ അവൾക്ക് ആരെയും വേണ്ട. പ്രഭകുഞ്ഞിന് എന്ത് സംഭവിച്ചാലെന്ത്, നന്ദൻ എവിടെ പോയാലെന്ത്, സർക്കാർ കാറും സെറ്റപ്പൊക്കെ ആയില്ലേ, അവക്കിപ്പോ അത് മതി. ദേവികയെ വെറുതെ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട. അവൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ദേവിയെ കുറ്റപ്പെടുത്തില്ല, ഈ തള്ളെ കുറ്റപ്പെടുത്തണ. എന്റെ തലയ്ക്ക് നല്ല ഓളാണല്ലോ. അമ്മ, ദേവിക ആ രീതിയിലൊന്നും ചിന്തിക്കുന്ന ആളല്ല. അന്വേഷണത്തിന് ഒരു രഹസ്യ സ്വഭാവം വേണമെന്നല്ലേ പറഞ്ഞിരുന്നേ. അതുകൊണ്ടായിരിക്കും അവളൊക്കെ മൂടി വെക്കുന്നത്. നാട്ടുകാരുടെ ഇടയിൽ മൂടി വെക്കട്ടെന്നേ, പക്ഷെ എന്നോട് പറയണ്ടേ. എനിക്ക് അത്രയ്ക്ക് വിലയെ തന്നിട്ടുള്ളോ, അതോ അന്വേഷണം ഏത് വഴിക്കായെന്നോ എന്തെങ്കിലും സൂചന കിട്ടിയോ എന്തെങ്കിലും അറിയിക്കണ്ടേ? ഇതേ വിഷമം തന്നെ പ്രഭകുഞ്ഞിനും. എല്ലാവരും അവരോരോ കാര്യങ്ങൾ നോക്കി നടക്കുന്ന പ്രഭകുഞ്ഞിന്റെ സങ്കടം. നന്ദൻ ആർക്കും വേണ്ടതായി. പാവം നന്ദമോൻ എന്താണോ എവിടെയാണോ ആവോ. മുരളേട്ടൻ ഗിരീഷേട്ടനെ കണ്ടിരുന്നോ? ഗിരീഷേട്ടൻ എന്താ പറയുന്നത്? ഗിരീഷേട്ടന് ചിലപ്പോ കാര്യങ്ങൾ അറിയായിരിക്കും. ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ മുരളി. ആ ഗിരീഷേട്ടാ, സത്യം പറ, അവൻ എവിടെയാ? എന്താ മനസ്സിലായില്ലേ? നന്ദനെ എല്ലാരും ചേർന്ന് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക? അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പറ. എന്തായാലും എനിക്കറിയണം. മുരളി ചോദിക്കുന്ന കേട്ടാ നന്ദൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാമെന്ന് തോന്നുമല്ലോ. അറിയാം, നിങ്ങൾ എല്ലാരും ചേർന്നുള്ള ഒത്തുകളിയാ ഇത്. അവൻ എന്താ സംഭവിച്ചത്? പ്ലീസ് ഒന്ന് പറ. എന്റെ പൊന്നു മുരളി, ഇക്കാര്യത്തിൽ മുരളിക്കുള്ള അറിവ് തന്നെ എനിക്കുള്ളൂ. വേണ്ട, എന്നെ പറ്റിക്കണ്ട. ഗിരീഷേട്ടൻ പറയുന്നത് എനിക്ക് അത്ര വിശ്വാസമാവുന്നില്ല. മുരളിക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ മുരളി വിശ്വസിക്കണ്ട. തീർന്നല്ലോ. നന്ദനൊരു കൊലപാതകം ചെയ്ത കാര്യം പോലും ഞാൻ അറിയുന്നത് ഏറ്റവും അവസാനമാണ്. ഞാൻ അത്രയ്ക്ക് അന്യനാണോ ഗിരീഷേട്ടാ? മുരളി, ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാരണം ഉണ്ടാവും. അവിടെ ഭാർഗവി ആന്റിക്കും ഇവിടെ രജനിക്കും ഒരു രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല. അതുകൊണ്ടായിരിക്കും. അപ്പോ ഇപ്പൊ നന്ദന്റെ മിസ്സിംഗിലും എന്തോ രഹസ്യം ഉണ്ടല്ലേ? ഇല്ല മുരളി, അങ്ങനെയല്ല. അതെ, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അത് ഉറപ്പാ. മുരളി MLAയുടെ ഡ്രൈവർ അല്ലേ? കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ദേവികയോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ഗിരീഷേട്ടാ, എടാ, എന്നേക്കാൾ അടുപ്പോ ആത്മബന്ധവും നിനക്ക് ദേവികയായിട്ടില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് കൃത്യമായിട്ട് നിന്നോട് പറയില്ലേ? ഗിരീഷേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. നന്ദന്റെ കാര്യത്തിൽ എല്ലാരും ചേർന്ന് എന്തോ ഒളിച്ചു വെക്കുന്നത് പോലൊരു തോന്നല്. ദേവിക എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, പക്ഷെ ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. മുരളി ഒന്ന് സമാധാനപ്പെട്. സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം മുരളിക്ക് അറിയാമല്ലോ. മനഃപൂർവ്വമായിട്ട് ആരും ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. DYSP ഐസക് ടീം കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആ, അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച പോലെ തന്നെ. ആളും എടുക്കാനൊക്കെ തന്നെയാ. പക്ഷേ ദേവികയോട് എന്തോ വിരോധമുള്ള പോലെ അയാളുടെ രീതികളൊക്കെ. ജഡ്ജി ഹരിസാർ എല്ലാത്തിൻ്റെയും മുന്നിലുണ്ട്. എല്ലാം നമുക്ക് അനുകൂലമായി തന്നെ വരുമെന്നാണ് സാറ് പറയുന്നത്. എന്റെ ഗിരീഷേട്ട, സത്യസന്ധനും ധർമ്മിഷ്ഠനുമായൊരു ന്യായാധിപന്റെ വാക്കും വിശ്വസിച്ച് വെറുതെ സമാധാനപ്പെട്ടിരിക്കാൻ പറ്റുമോ? നന്ദൻ കാര്യമായിട്ട് എന്തോ കുഴപ്പത്തില്. അറിയാമെങ്കിൽ ഗിരീഷേട്ടനൊരു സൂചന തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അവന് വേണ്ടി ജീവൻ കളയാനും ഞാൻ തയ്യാറാ. അവന്റെ കൂട്ടുകെട്ട് എന്ന് മാറിയോ അന്ന് മുതല് അവൻ കുഴപ്പത്തിലായത്. മുരളിയുടെ വെപ്രാളവും നന്ദനോടുള്ള സ്നേഹവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ തൽക്കാലം
പോലീസിനെ വിശ്വസിച്ച് നിൽക്കല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. എനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ മുരളി അറിയിച്ചോളാം. ശരി ഗിരീഷേട്ടാ. ഗിരി, എനിക്ക് വീട്ടിലോട്ടൊന്ന് പോണം. എന്നെ ചന്ദ്രത്തൊന്ന് കൊണ്ടാക്ക്. ഏയ് അതൊന്നും വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ അങ്ങോട്ടൊന്നും പോകണ്ട. ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോവേണ്ടത്. അമ്മ സങ്കടം താങ്ങാൻ വയ്യാതെ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എന്റെ പേടി. എനിക്ക് വീട്ടിൽ പോണം ഗിരി. ഗിരിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നിനക്ക് എന്താ രജനി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഗിരി, ന്യായമായ കാര്യമില്ലേ രജനി പറഞ്ഞത്? അമ്മേ, രജനി പ്രഭാ മേഡവും കൂടെ ചേർന്ന് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഗിരി എന്താ പ്രതീക്ഷിക്കുന്നത്? നന്ദനെ കാണാതായിട്ട് സമയം എത്രയായി? പെറ്റ അമ്മയ്ക്കും കൂടെ പിറപ്പായി എനിക്കും വിഷമം ഉണ്ടാവില്ലേ? എടാ, രജനിയെ കാണുമ്പോ പ്രഭാവതിക്ക് ഒരു ആശ്വാസമാവും. നീ അവളെ കൂട്ടിയിട്ട് പോ. ശരി, പോവാം. പക്ഷേ അവിടെ ചെന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നന്ദൻ വന്നോളും. അതുവരെ ക്ഷമയോടെ നിന്നോണം. ശരി, ഞാൻ സമ്മതിച്ചു. എന്നാ ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വാ അമ്മേ. എന്താ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇവിടുത്തെ പണി മൊത്തം ഞാൻ ചെയ്യണോ? ഞാനിവിടുത്തെ MLA ആ. എന്താ അമ്മേ? ഉള്ളില് വിഷമമൊന്നുമില്ലാന്ന് നീ അഭിനയിക്കുകയല്ലേ? എന്താ? അല്ല, ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്റെ തോന്നലാണോന്നറിയില്ല. പിണക്കത്തിൽ കഴിയുകയാണെങ്കിലും സ്നേഹിച്ച് കൂടെ ഇറങ്ങിപ്പോയി താലി കെട്ടിയ ഭർത്താവിനെ കാണാതായിട്ട് അതിന്റെ ഒരു വിഷമവും നിന്റെ മുഖത്തില്ല. ഞങ്ങളെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ലാത്ത പോലെ നീ ധൈര്യം അഭിനയിക്കുകയല്ലേ? എനിക്ക് നല്ല വിഷമമുണ്ടമ്മേ. ഒരു സാധാരണ പെണ്ണിന് കാണാതായ ഭർത്താവിന്റെ വിവരം കിട്ടുന്നതുവരെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും തോന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നോണ്ട് ദേഷ്യമൊന്നും തോന്നരുത്. ഇല്ല അമ്മ, ചോദിക്കേ. നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നല്ലോ. അങ്ങനെ വഴക്കുകൂടി പൂർണ്ണമായും വെറുപ്പായോ അവനെ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്? അമ്മ ഇതെന്തൊക്കെയായി പറയുന്നേ? അല്ല, നിന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കങ്ങനെയാ തോന്നുന്നത്. നിനക്ക് നന്ദനോട് വലിയ അകൽച്ച വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമല്ലേ? അതെ, അത് ശരിയാ. എന്താ, ഒരാൾക്ക് മറ്റൊരാളോട് അകൽച്ച വന്നൂടെ? ഇപ്പൊ തന്നെ അമ്മയ്ക്ക് എന്നോട് അകൽച്ചയും ദേഷ്യമൊക്കെ ഇല്ലേ? പിന്നെ അകൽച്ച തോന്നാതിരിക്കാൻ സ്നേഹവും സന്തോഷമൊക്കെ കുട്ടക്കണക്കിന് വാരി തട്ടുമായിരുന്നല്ലോ ചേച്ചിയുടെ തലയിൽ കൂടി. വല്ല പെണ്ണുങ്ങൾക്കൊപ്പം റിസോർട്ടിൽ ചെലവഴിച്ച ആളിന് വേണ്ടി കണ്ണീരൊഴുക്കാത്തേനാണോ അമ്മ ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നേ? നിന്നെ ആരാടി ഇങ്ങോട്ട് വിളിച്ചത്? അയ്യോ, ഈ വീട്ടിലെ അടുക്കളയിലേക്ക് വരാൻ എനിക്ക് പാസ്പോർട്ട് വിസയൊക്കെ വേണോ? അമ്മ ഇങ്ങോട്ട് വട്ടം ചുറ്റി വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ സമാധാനം കെടുത്താൻ എന്തെങ്കിലും ചോദ്യം ഉണ്ടാവൂന്ന്. അമ്മേ, ദേ നോക്ക്, ചേച്ചി ഒരു ജന്മത്തിലല്ല ഒരുപാട് ജന്മത്തിലേക്ക് വേണ്ടിയുള്ളത് കരഞ്ഞു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കരയണോന്ന് ചേച്ചി വിചാരിച്ചാൽ തന്നെ കണ്ണീര് വരില്ല. അത് വെച്ച് തീർന്നു. ആരെ സ്നേഹിച്ചാലും അവരിന്ന് സങ്കടം ചേച്ചിക്ക് കിട്ടാറുള്ളൂ. ചേച്ചി ശക്തമായി പ്രതികരിക്കാത്തോണ്ടാ അത്.
ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ എന്നെ കരയിക്കാൻ വരുന്നവർക്കേ പിന്നെ ഒരിക്കലും എന്റെ അടുത്തേക്ക് വരാൻ പോലും തോന്നില്ല. പാഠം പഠിപ്പിച്ചേ ഞാൻ വിടൂ. പറഞ്ഞു പറഞ്ഞു നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കണ്ട. അമ്മ മതി. ഒന്നാമതൊരു 100 കൂട്ടം പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. എന്താ ശാരി ഇത്? ഞാൻ ചേച്ചി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അമ്മയോട് തർക്കിച്ചതുമല്ല. നന്ദേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചേച്ചി ഒരു തരത്തിലും ഉത്തരവാദി അല്ല. നന്ദേട്ടനെ കാണാതായ കാര്യത്തിൽ ചേച്ചിയുടെ ടെൻഷൻ ചേച്ചിക്കേ അറിയൂ. ഒക്കെ വേണ്ട രീതിയിൽ ചേച്ചി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചേച്ചിയെ ബുദ്ധിമുട്ടിക്കരുത്. ചേച്ചി ചന്ദ്രത്ത് പോണെന്ന് പറഞ്ഞില്ലേ, ചേച്ചി വെക്കോ. അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചേ. അമ്മേ ഞാനെന്താടി നിന്റെ വേലക്കാരിയോ? അയ്യോ എന്നാ തമ്പുരാട്ടിരി, ഞാൻ എടുത്തു വെക്കാം. മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അമ്മ. മോള് കൈ എഴുതിയിരിക്കെ, ഞാൻ എടുത്തുതരാം. എന്തൊക്കെയായിരുന്നു വീരവാദം? 100% കൃത്യതയോടെയാണ് ഓപ്പറേഷൻ. മുൻപ് സംഭവിച്ച വീഴ്ചകളൊക്കെ ഇത്തവണത്തേൽ തീർക്കുമെന്നു. ഇനി കാര്യങ്ങളൊക്കെ കൈക്കുള്ളാണെന്നും. എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് ആ വീട് സെർച്ച് ചെയ്തപ്പം ഞാനും തിരിച്ചറിച്ചു ഒക്കെ നിന്റെ മിടുക്കാണെന്ന്. തെളിവുകളുടെ ഒരു നിഴൽ പോലും അവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി, നിന്നെ വിറ്റ കാശുള്ള ആരോ ഒരാൾ ഇതിന്റെ പിറകിലുണ്ടെന്ന്. നമ്മുടെ എല്ലാ നീക്കങ്ങളും അയാൾ അറിയുന്നുമുണ്ട്. കാര്യത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞിട്ടും നീ എന്തോ ഒരു കുറുക്കുമില്ലാതെ നിൽക്കുന്നേ. എന്തെങ്കിലും ഒന്ന് പറവല്ല. ആദ്യം പാപ്പ പറഞ്ഞു തീർക്ക്, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ബെല്ല, ഇതെല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് ആരോ കളിക്കുന്ന കളിയാ. അങ്ങനെ ഒരാൾ കളിക്കുന്നുണ്ടെങ്കിൽ ആ കളി തീക്കളിയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്ത് മനസ്സിലാക്കി കൊടുക്കുന്നു? നിന്റെ കയ്യിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞു. ബോളിപ്പം മറ്റാരുടെയോ കോർട്ടില്ല. കെവിൻ, ഋഷിയല്ല ഇതിന്റെ പിറകിലെന്ന് ഉറപ്പാണോ? സാറേ, ഞങ്ങൾ ഋഷിയെ സംശയിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോ ഋഷിയല്ല, ഉറപ്പാ. എങ്കിൽ പിന്നെ സംശയിക്കണ്ട. ഇതാ ഹരിയൊക്കെ കൂടി നടത്തുന്ന നാടകം. അല്ല, ഋഷിയുടെ മരണത്തിൽ അവർക്ക് എന്തോ സംശയം വന്നിട്ടുണ്ടാവും. സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവരിടുന്ന ചൂണ്ടയത് നമ്മളത് കയറി കൊത്തി. ആര് കൊത്തിന്ന്? ആ ചൂണ്ടയും പൊട്ടിച്ച് നമ്മൾ അങ്ങ് പോവും. അവർക്കൊരു ചൂണ്ട നഷ്ടമായി. പാപ്പൻ ചുമ്മാ പേടിക്കാതെ. പേടിക്കാതെന്നോ? നോക്ക്, നമ്മളെല്ലാവരും അകത്തു പോകുന്ന കേസായത്. എനിക്ക് തോന്നുന്നത് അവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന. പക്ഷെ ഇനിയൊരു സെർച്ച് ഒന്നും പറഞ്ഞ് എനിക്കവിടെ ചെല്ലാൻ പറ്റില്ല. പാപ്പം പോണ്ട. പക്ഷേ അവിടെ ഒരു സെർച്ച് ഉണ്ടാവും. അന്വേഷണ ചുമതല എനിക്കാ. പിന്നെ വേറെ ആരാ അവിടെ കയറി സെർച്ചിന് പോകാൻ പോന്നെ? അരുന്ധതി. എന്ത്? ഋഷിയുടെ അമ്മ അരുന്ധതി. ചന്ദ്രോത്തേക്ക് അവര് പോവുക. അവിടെ നടക്കുന്നതൊരു നാടകമാണെങ്കിൽ ആ നാടകത്തിന് കർട്ടനിടും അരുന്ധതി.
പ്രഭാവതി, എന്റെ മോനെ ഇല്ലാണ്ടാക്കിയവനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? എവിടെ നിന്റെ മോൻ? നോക്ക്, എന്റെ മോനെ കാണാതെ ഞാൻ ആകെ സമനില തെറ്റി നിൽക്കുക. അതിനിടയ്ക്ക് ഇവിടെ വന്ന് മനസ്സിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, പ്രഭാവതി ആരാണെന്ന് നീ അറിയും. നീ ആരാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. എന്റെ മോൻ സ്നേഹിച്ച പെൺകുട്ടിയെ കൊന്നവളല്ലേ നീ? എന്റെ മോനെ കൊല്ലാൻ നോക്കിയവള്. അങ്ങനെയുള്ളവൾക്ക് ഒരു കൊലപാതകയെ രക്ഷിക്കാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ. നന്ദനെ കോടതിയിൽ ഹാജരാക്കാമെന്ന് വിളിച്ചറിയിച്ചതിന് ശേഷം ഇങ്ങനൊരു നാടകം കളിച്ച അത് തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കില്ലാന്നാണോ നിന്റെ വിചാരം? നന്ദനെ കാണാതായതിന്റെ കുറ്റം എന്റെ തലയിലാക്കി കേസ് മാറ്റാനല്ലേ നീ ഉദ്ദേശിച്ചേ? അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ചെന്ന് കേസ് കൊടു. നന്ദനെ നിന്റെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയത് അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. കോടതി ഹാജരാക്കുന്നത് തടയാൻ വേണ്ടിയല്ലേ നീ അത് ചെയ്തത്? എന്നിട്ട് ഇങ്ങോട്ട് വന്ന് കയറി ഒച്ചപ്പാടുണ്ടാക്കുന്നോ? ബഹളം വെച്ചാൽ ഞാൻ പിന്നെ സംശയിക്കില്ലെന്ന് കരുതിയല്ലേ? ദേ, നിന്റെ നാടകമൊന്നും അരുന്ധതിയിടത്ത് വേണ്ട. നന്ദൻ ഇവിടെയുണ്ട്. ഇവിടെ അവനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്.